മലപ്പുറം ജില്ല വിഭജിച്ച് തിരൂർ ജില്ല പ്രഖ്യാപിക്കണമെന്ന ആവശ്യവുമായി SDPI പ്രത്യക്ഷ സമരത്തിലേക്ക്. വർഷങ്ങളായുള്ള ഈ ആവശ്യത്തോട് മാറി മാറി വരുന്ന സർക്കാരുകൾ പുറംതിരിഞ്ഞു നിൽക്കുകയാണെന്നാരോപിച്ച് കോട്ടക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജനസംഖ്യയിൽ ഒന്നാമതും എന്നാൽ വികസനത്തിൽ ഏറെ പിന്നിലുമാണ് മലപ്പുറം ജില്ലയെന്ന് SDPI നേതാക്കൾ പറഞ്ഞു. അരക്കോടിയോളം ജനങ്ങളുള്ള ജില്ലയിൽ നിലവിലെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് കാര്യക്ഷമമായ ഭരണം സാധ്യമല്ല. റവന്യൂ, ആരോഗ്യ, വിദ്യാഭ്യാസ മേഖലകളിലെ മെല്ലെപ്പോക്കിന് പരിഹാരം തിരൂർ ജില്ല രൂപീകരിക്കുക മാത്രമാണെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് താലൂക്കുകളോ വില്ലേജുകളോ ജനസംഖ്യാനുപാതികമായി മലപ്പുറത്തില്ല. ഇത്തരത്തിൽ ജില്ല നേരിടുന്ന അവഗണനയ്ക്കെതിരെ ശബ്ദമുയർത്താൻ ഇടത് വലത് ജനപ്രതിനിധികൾക്ക് സാധിക്കുന്നില്ലെന്നും പാർട്ടി കുറ്റപ്പെടുത്തി. സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഗൃഹസന്ദർശനങ്ങൾ, പഞ്ചായത്ത് തല പദയാത്രകൾ, മണ്ഡലം തല ഡിമാൻഡ് മാർച്ചുകൾ, ജില്ലാ റാലി ഉൾപ്പെടെയുള്ള സമരപരിപാടികളാണ് സംഘടിപ്പിക്കുക. ഇതിന്റെ ആദ്യഘട്ടമായി ഫെബ്രുവരി 13 വൈകുന്നേരം 4 മണിക്ക് വളാഞ്ചേരിയിൽ വെച്ച് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിമാൻഡ് മാർച്ച് നടക്കും. വാർത്താ സമ്മേളനത്തിൽ മണ്ഡലം സെക്രട്ടറി നാസർ കരേക്കാട്, വൈസ് പ്രസിഡന്റ് ഷബീർ ഇരുമ്പിളിയം, അഡ്വക്കേറ്റ് അബ്ദുൽ മജീദ്, ജോയിന്റ് സെക്രട്ടറി അബൂബക്കർ കുന്നത്തി എന്നിവർ പങ്കെടുത്തു. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്, താനാളൂർ.